നമസ്തേ, ഞാൻ ശിവറാം ബാബു ഉമ്മർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മീനൻ രാശിയിൽ ജനിച്ചവരുടെ ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള കാലഘട്ടത്തിലെ ഫലങ്ങളെ പറ്റിയുള്ള പരിശോധനയാണ്. അപ്പോൾ മീനം മാസത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഇതാണ് നക്ഷത്രങ്ങൾ വരുന്നത്. ഗ്രഹസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ രാശിയിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. 2ാം ഭാവത്തിന് ചൊവ്വ 2 തന്നെ ഉണ്ട്, അത് അനുകൂലമാണ്. 3 വ്യാഴമുണ്ട്, അത്ര അനുകൂലമല്ല. 4 രവിയുണ്ട്, അനുകൂലമല്ല. 4 ബുധനും ശുക്രനുണ്ട്, അത് അനുകൂലമാണ്. 7 കേതുവുണ്ട്, 12 ശനിയുണ്ട്. സ്വക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്, അത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഇതാണ് നിങ്ങളുടെ ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി. നമ്മൾ ഈ മാസഫലങ്ങൾ പറയുന്നത് എപ്പോഴും സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സൂര്യൻ്റെ മൂവ്മെൻറ്റാണ്. സൂര്യൻ 3-ലുണ്ടായിരുന്ന സൂര്യൻ 4-ലേക്ക് മാറുകയാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കൂടെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചില നല്ല ദിവസങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ ഇത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് നോക്കാം. 2ാം ഭാവാദിന് 2 തന്നെ ഉണ്ട്. 11ാം ഭാവാദിന് സ്ട്രോങ് ആയിട്ട് 12 വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫൈനാൻഷ്യലായിട്ട് വലിയ പ്രശ്നങ്ങൾ വരില്ല. ചിലവെല്ലാം കൂടും, സംശയമൊന്നുമില്ല, ചില കൂടും. ചെറുതായിട്ട് കടമൊക്കെ മേടിക്കേണ്ടി വരും. കടം മേടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിലേക്ക് ചിലവാക്കാൻ വേണ്ടിയായിരിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ ചിലവാക്കാനായിട്ട് കടം വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ മേടിക്കണം, അത് തെറ്റൊന്നുമില്ല. ആരും എപ്പോഴും അങ്ങനെ ഒരേപോലെ നിൽക്കില്ല മനുഷ്യർക്ക്. അപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. അതാണ് ഈ മാസം ഫൈനാൻഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് വരുന്ന പൈസ നമുക്ക് കുടുംബത്തിലേക്ക് കുറച്ച് ചിലവഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ വീട് വയ്ക്കുകയാണെങ്കിൽ വീട് വയ്ക്കുന്ന ആ പർപ്പസിലേക്ക്, അല്ലെങ്കിൽ വാഹനം മേടിക്കാനാ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലവാകും. ചുരുക്കം 4 ശുക്രനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്കും കൂടെ കാശ് ചിലവാക്കേണ്ടി വരും ചിലവ്. ഇതാണ് ഈ കാണിക്കുന്നത്. പ്രൊഫഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ ഉള്ള പോലെ അങ്ങ് പോയാൽ മതി. റിസ്ക് ഒന്നും എടുക്കണ്ട. എന്താണ് നമ്മുടെ മേലധികാരികൾ പറയുന്നത് അതനുസരിച്ച് അങ്ങ് പോവുക. ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക, ഉഴപ്പാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഉഴപ്പുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് ഞാൻ പറയും, ഉഴപ്പരുത്. ഉഴപ്പരുതെന്ന് പറഞ്ഞാൽ നാളെ ആവട്ടെ, ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട, വൈകിട്ട് നാളെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാമെന്നൊരു മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കുഴപ്പത്തിലാകും. അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് മീനൻ രാശിക്കാർക്കുള്ള ഒരു പ്രശ്നം. ഒരു ചെറിയ രീതിയിലുള്ള സ്വപ്നജീവികളാണ് അവർ. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കും. തന്നെത്താനൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്, സ്വപ്നം കാണാൻ ഇഷ്ടമാണ്. അത് ഈ ജോലി സമയത്തൊന്നും ഇതാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. രാഹു ലഗ്നത്തിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു കളയാനുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ദമ്പതികൾ പ്രണയിക്കുന്നവർക്ക് തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മിക്കവാറും ദമ്പതികളൊക്കെ തമ്മിൽ ദമ്പതികളെ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ സ്വന്തം വീട്ടുകാരെയൊക്കെ അതിൽ കൊണ്ട് കയറ്റും. നിൻ്റെ അച്ഛൻ പണ്ട് അങ്ങനെയല്ലേ, നിൻ്റെ അമ്മ അങ്ങനെയല്ലേ എന്നൊക്കെ അതിന് വേണ്ടി ചോദിക്കും. അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ പറ്റി ചോദിക്കും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരാം. അതൊക്കെ രണ്ടുപേരും കൂടെ ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യണം. മീനൻ രാശി ജനിച്ചവർ വിട്ടുവീഴ്ച ചെയ്ത് മാറിക്കൊടുക്കണം. തിരിച്ച് അത് ഒരുപാട് തർക്കത്തിന് പറയാനായിട്ട് നിൽക്കരുത്. എന്ന് കഴിഞ്ഞാൽ ഈ വഴക്കുകൾ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും വഴക്കെന്നല്ല ഞാൻ പറയും. ഈ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. 2-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കാനൊക്കെ നല്ല വ്യഗ്രതയായിരിക്കും. വേണേൽ എന്ത് ഭാഷ വേണോ ഉപയോഗിക്കാനൊക്കെ റെഡിയായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നത്തിൽ പെടും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ഭാഷ മാറി മോശമായൊരു വാക്ക് നമ്മുടെ വന്നാൽ തന്നെ ചിലപ്പോൾ അത് ദിവസങ്ങളോളം അതിൻ്റെ പ്രത്യേകത നിന്നു എന്ന് വരാം. അത് ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് പ്രണയിക്കുന്നവരോ ശ്രദ്ധിക്കണം. കാര്യം പിന്നെ പ്രണയിനി ചിലപ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളെ വിട്ടുപോയി വരും. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള പ്രൊഫഷണൽ ആൾക്കാർക്കെല്ലാം സൂക്ഷിച്ചാലോ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാവുന്ന ഒരു സമയമാണ്. കുട്ടികളെ സമയത്തോളം ഞാൻ നേരത്തെ പറയുന്നതിന് തുല്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കില്ല. 1 മണിക്കൂർ പഠിക്കാനായിട്ട് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വേണ്ടിയിട്ട് നടക്കാൻ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മൾ ബലമായിട്ട് പിടിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്താലേ ഈ മാസം നടക്കുകയുള്ളൂ. അങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതൊക്കെ പറയുന്നത് ചോദിച്ചിട്ട് ഭാഗ്യത്തിൻ്റെ യാതൊരു ദോഷമില്ല. 4 ബുധനും ശുക്രനൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സഹായങ്ങളെല്ലാം കിട്ടും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ പെരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എക്സ്റ്റേണലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളായിട്ട് തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. അത് എൽഡേഴ്സിൻ്റെയൊക്കെ വലിയ പിന്നെ ഈ മുതിർന്നവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. മുഖത്തൊക്കെ പ്രശ്നം വരും. കണ്ണ് നേരെ കാണില്ല. പിന്നെ പാദത്തിൽ നീര് കാര്യങ്ങളൊക്കെ വരും. അത് ജലരാശിയാണ് ഇത്. അതുകൊണ്ട് നീര് ശരീരത്തിൽ വരും, പാദത്തിലൊക്കെ വരും. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും.
അപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പ്രിക്കോഷൻ എടുത്ത് അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ കാണണം. ഡോക്ടേഴ്സിനെ കണ്ട് സമയത്ത് തന്നെ കാണുകയൊക്കെ ചെയ്യണം. ഔട്ടിങ്ങൊക്കെ പോകാൻ കിട്ടുന്ന അവസരമാണ് ഈ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഔട്ടിങ് പോയി ഈ ഒരു മാസത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ദിവസം 5-ാം തീയതി കറുത്തവാവാണ്. അപ്പോൾ 4, 5, 6 ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മെൻസസ് സംബന്ധമായ അസുഖങ്ങൾ വരാം, മറ്റേ മൈഗ്രെയിനോ ഇതൊക്കെ കൂടാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. ഞാൻ പറയുന്ന ആ ദിവസങ്ങളുള്ള കുറച്ച് നല്ല ദിവസങ്ങളാണ്. നല്ല ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വാഹനം മേടിക്കാനോ ചില കരാറുകളിൽ ഒപ്പിടാനോ ഇതിനൊക്കെ പറ്റിയ കുറച്ച് ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. നോട്ട് ചെയ്തുള്ളതാണെന്നുള്ളത്. ഈ മാസം 15, 16, 22, 23, 24, 28, 29. ഈ മാസം ജൂൺ മാസത്തിൽ 15, 16, 22, 23, 24, 28, 29 ഈ ദിവസങ്ങൾ എല്ലാം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊള്ളാം. ജൂലൈ മാസത്തിലാണെങ്കിൽ 3, 11, 12, 11, 3, 11, 12, 11 ഈ 4 ദിവസം കൊള്ളാം. ഇനി ഞാൻ പറയുന്നത് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ്. ഈ കടം വിടാനുള്ള മുഹൂർത്തങ്ങളെ പറ്റി പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വിശദമായി പറയുന്നില്ല. ഞാൻ ആ മുഹൂർത്തങ്ങൾ മാത്രം തരാം. ഓൺലൈനായിട്ടോ നേരിട്ടോ കാശ് കൊടുക്കാം. ഒരുപാട് കൊടുക്കാണ്ട് ഈ സമയത്ത് കുറച്ചെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജൂൺ മാസം 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30-നും 10 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. ജൂൺ 15 രാവിലെ 8:30-നും 10-നും. ജൂൺ 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4:15-നും 5:30-നും മധ്യമുള്ള സമയം. 4:15-നും 5:30-നും. 22 ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യമുള്ള സമയം നല്ലതാണ്. 22 ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും. 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-നും 1:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. 29 ശനിയാഴ്ച രാവിലെ 7:30-നും 9 മണിക്കും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച 7 മണിക്കും 8:30-നും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. ജൂലൈ 6 ശനിയാഴ്ച 7-നും 8:30-നും മധ്യേ. ജൂലൈ 9 ചൊവ്വാഴ്ച 1-നും 3:30-നും മധ്യമുള്ള സമയം കൊള്ളാം. 13-ാം തീയതി 2 മുഹൂർത്തമുണ്ട്. 13 ശനിയാഴ്ച രാവിലെ 6:30-നും 8 മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം. ഉച്ചയ്ക്ക് 1-നും 2:30-നും മധ്യമുള്ള സമയം കൊള്ളാം. ഈ 2 സമയവും അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾ കുറച്ചെങ്കിലും എമൗണ്ട് കൊടുത്ത് കടം വിടാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടങ്ങൾ കഴിയുന്ന നേരത്തെ തീർന്ന് കിട്ടും എന്നാണ് ആചാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് വലിയ അത്ര ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. അത് വലിയ പ്രശ്നങ്ങളില്ലാതെ തീർത്ത് കരകയറുക. എല്ലാവർക്കും എല്ലാ ആശംസയും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.